ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഫുഡ് ആൻഡ് ടോക്ക്. ഇന്ന് നമ്മൾ ഇവിടെ എറണാകുളത്തുണ്ട്, ഹൈക്കോർട്ടിൻ്റെ പരിസരത്തുണ്ട്. ഇവിടെ ഒരു സംഭവം വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇവിടെ KSEBയുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഇവിടെ ഒരു ഓട്ടോ നിർത്തിയിട്ടിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സംഭവമൊക്കെ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പാടില്ല. ഞാനുണ്ടല്ലോ ഇതിങ്ങനെ ഊബർ ഓട്ടോ വിളിക്കാൻ നേരത്തെ മിക്കപ്പോഴും വരണത് ഇലക്ട്രിക് ഓട്ടോ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇത് ഇത്ര റേഞ്ച് ഉണ്ടാവുമോ, ഇവർക്ക് ഫുൾ ടൈം ഓടാനുള്ള റേഞ്ച് ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനത്തെ സംഭവമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെന്ന് ഇപ്പോഴാണ് കാണുന്നത്. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ ചാർജ് ചെയ്യണത് കണ്ടപ്പോഴാണ് ഇത് മനസ്സിലായത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്ന്. ഇത് ശരിക്കും അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ചിലപ്പോൾ ഇത് മാത്രമല്ല, കൂടുതൽ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവും ഇവിടെ ഈ പരിസരത്തൊക്കെ. അതുകൊണ്ടായിരിക്കും ഇലക്ട്രിക് ഓട്ടോസ് കൂടുതലും ഊബറിൽ വരാം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. ഇത് നന്നായിട്ട് അറിയാവുന്ന ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. പുള്ളിയായിരുന്നു ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ചേട്ടാ, ഇവിടെ എത്ര മണിക്കൂർ എടുക്കും ഇത് ഫുൾ ചാർജ് ആവാനായിട്ട്? ചാർജ് ആവാനായിട്ട് 4.5 മണിക്കൂർ. 4.5 മണിക്കൂർ. അപ്പോൾ നമ്മൾ വീട്ടിൽ കുത്തിയാലും അത്രയും ഏകദേശം ടൈം തന്നെ ഇതിന് പോസ്റ്റ് ചെയ്യുമ്പോൾ ആവും. ചാർജ് മോഡ് ഇതിപ്പോ ചാർജ് മോഡിന്റെ ആണ്. ഇത് ഫാസ്റ്റ് ചാർജിങ് ആണോ അല്ലെങ്കിൽ സ്ലോ ആണല്ലേ? ഫാസ്റ്റ് ചാർജ് നമുക്ക് ഇവിടെ ഇല്ല. ചില അതിന് പ്രത്യേക സ്റ്റേഷനുകളുണ്ട്, അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനിപ്പോ എൻ്റെ ഈ വണ്ടിയാണെങ്കിൽ 4.5 മണിക്കൂർ ചാർജ് ഇട്ട് കഴിഞ്ഞാൽ 160 കിലോമീറ്റർ കിട്ടും. 160 കിലോമീറ്റർ കിട്ടും. ഇപ്പോൾ നമ്മൾ നോർമലി വീട്ടിൽ ചാർജ് ചെയ്യണമെങ്കിൽ ഇത് ടൈം തന്നെ വരും. ഒരു ചിലപ്പോൾ ഇത്തിരി കൂടുതൽ. ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോ? രണ്ടും ഉണ്ടോ? ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോ എന്നുള്ളത് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് ഇപ്പോൾ ഈ സ്ലോ ചാർജ് ആണ് ഇതൊക്കെ. ഇതിന് എത്ര ആവും? റേറ്റ് ഒക്കെ എത്രയാവും? ഏകദേശം ഒരു 150 രൂപ താഴെ ആയിട്ട് വരും. 150 താഴെ ആവുള്ളൂ. അതിൽ നമുക്കൊരു 150-160 റേഞ്ച് കിട്ടും. 160 റേഞ്ച് നല്ലതാണല്ലേ? ഒരു രൂപ താഴെ വരണുള്ളൂ 1 കിലോമീറ്ററിന്. അടിപൊളി. ചേട്ടാ, ഇതിന്റെ ലെവല് ഫുള്ളായോന്ന് എങ്ങനെ അറിയാം? നമുക്ക് മീറ്റർ ഉണ്ടോ അതിനുള്ള? ഇതിപ്പോ ഇവിടെ എൻ്റെ പെർസെൻറ്റേജ് കാണിക്കും. 25% ഉള്ളത്. അതിപ്പോ ഫുള്ളാകുമ്പോൾ 100% കാണിക്കും. ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഇതൊക്കെ ഒന്ന് അറിയാനായിട്ട് വന്നതാണ്. എൻ്റെ പേര് നിർമ്മൽ. ഓക്കെ, ഇവിടെ തന്നെ മുളവാടുള്ളത്. ഓക്കെ. ചേട്ടൻ്റെ പേര് പറഞ്ഞില്ല. ബിജു ചേട്ടനാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. പുള്ളിയാണ് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നത്. KSEBയുടെ ആണ് സംഭവം. ഇത് സ്ലോ ചാർജിങ് ആണ്, പക്ഷേ ലാഭമാണ്. ഒരു 150 രൂപയ്ക്ക് വരുന്നുള്ളൂ. പക്ഷേ ആ 150 രൂപ ചാർജിങ്ങിൽ നമുക്കൊരു 160 കിലോമീറ്റർ മൈലേജ് ഈ വണ്ടിക്ക് കിട്ടും. ശരിക്കും പറയുകയാണെങ്കിൽ 1 രൂപ താഴെ 1 കിലോമീറ്റർ വരുന്നുള്ളൂ. ശരിക്കും ഊബർ ഓടിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു സംഭവമാണിത്. അടിപൊളി. താങ്ക് യു.